നമസ്കാരം. പ്രധാന വാർത്തകൾ. മുതിർന്ന ബി.ജെ.പി. നേതാവ് എൽ.കെ. അദ്വാനി ആശുപത്രിയിൽ. മുതിർന്ന ബി.ജെ.പി. നേതാവ് എൽ.കെ. അദ്വാനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്വാനിയുടെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണെന്ന് അപ്പോളോ ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. എന്ത് ആരോഗ്യ പ്രശ്നങ്ങളാലാണ് 96-കാരനായ അദ്വാനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് വ്യക്തമല്ല. ന്യൂറോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വിനീത് സൂര്യയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്നത്. പത്തനംതിട്ടയിൽ ഇന്നോവ പിക്കപ്പ് വാനിന് പിന്നിൽ ഇടിച്ചു കയറി. ഡ്രൈവർക്ക് പരിക്ക്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ കോന്നി കൂടൽ നെടുമൺകാവിൽ ഇന്നോവ പിക്കപ്പ് വാനിന് പിന്നിൽ ഇടിച്ചു കയറി അപകടം. സംഭവത്തിൽ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. മറ്റുള്ളവർക്ക് പരിക്ക് സാരമുള്ളതല്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് വിവരം. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പുനലൂരിലേക്ക് മടങ്ങും വഴിയാണ് 6-അംഗ സംഘം സഞ്ചരിച്ച ഇന്നോവ വാഹനം രാവിലെ 6:30-ഓടെ അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ പുനലൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. EVKS ഇളങ്കോവൽ അന്തരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും ഈറോഡ് ഈസ്റ്റ് MLA-യുമായ EVKS ഇളങ്കോവൽ അന്തരിച്ചു. ശ്വസന സംബന്ധമായ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ഇളങ്കോവൽ TNCC പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. സാമൂഹ്യ പരിഷ്കർത്താവ് പെരിയാർ രാമസ്വാമിയുടെ സഹോദരന്റെ കൊച്ചുമകനാണ്. DMK-യുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സംസ്ഥാനത്തെ പ്രധാന കോൺഗ്രസ് നേതാവ് കൂടിയാണ് ഇളങ്കോവൽ. ആലപ്പുഴയിൽ സഹോദരങ്ങളെ കാണാൻ പോയ ഭാര്യയുടെ കഴുത്തിൽ വെട്ടുകത്തി വെച്ച ഭീഷണി. ഭർത്താവ് അറസ്റ്റിൽ. സഹോദരങ്ങളെ കാണാനായി സ്വന്തം വീട്ടിൽ പോയതിന് ഭാര്യയ്ക്ക് നേരെ കൊലവിളി നടത്തിയ ഭർത്താവ് അറസ്റ്റിൽ. ആലിശ്ശേരി വാർഡിൽ ചിറയിൽ വീട്ടിൽ നസീറാണ് അറസ്റ്റിലായത്. കഴുത്തിൽ കത്തിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയുമായിരുന്നു. ഭാര്യയുടെ പരാതിയിൽ സൗത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച വൈകിട്ട് 4-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. നസീറിന്റെ ഭാര്യ ഷക്കീല കൂലിപ്പണിക്കാരിയാണ്. വീട്ടിൽ പോയി സഹോദരങ്ങളെ കണ്ടതിന് ശേഷമേ തിരിച്ചെത്തുകയുള്ളൂ എന്ന് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഷക്കീല മകനോട് പറഞ്ഞിരുന്നു. ഇത് നസീർ കേട്ടിരുന്നു. നിർമ്മാണ ജോലിക്ക് ശേഷം മദ്യപിച്ചെത്തിയ നസീർ വെട്ടുകത്തിയെടുത്ത ഭാര്യയുടെ കഴുത്തിൽ വെച്ച ഭീഷണി മുഴക്കി. അസഭ്യം പറയുകയും വെട്ടുകത്തിയുടെ പിൻഭാഗം കൊണ്ട് മുഖത്തും മുതുകിലും മർദ്ദിക്കുകയും ചെയ്തു. ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഷക്കീല പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. സംഭവത്തിന് ശേഷം നഗരത്തിന്റെ പലയിടങ്ങളിലായി ഒളിച്ചു നടക്കുകയായിരുന്നു നസീർ. ഇതിനിടെയാണ് പിടിയിലായത്. ഹൈക്കോടതിക്ക് സമീപം അജ്ഞാത മൃതദേഹം. ഗേറ്റിലെ കമ്പിയിൽ കോർത്ത നിലയിൽ. കേരള ഹൈക്കോടതിക്ക് സമീപമുള്ള മംഗളവനത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഹൈക്കോടതിക്ക് പിന്നിലായുള്ള മംഗളവനത്തിന്റെ ഉള്ളിലായി CMRFI ഗേറ്റിലെ കമ്പിയിൽ കോർത്ത നിലയിലാണ് മൃതദേഹം. സ്ഥലത്ത് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ഗേറ്റിന് മുകളിലായുള്ള കമ്പിയിൽ വസ്ത്രങ്ങളൊന്നുമില്ലാത്ത നിലയിലാണ് മൃതദേഹം. സുരക്ഷാ ജീവനക്കാരാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മരിച്ചതാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. മധ്യവയസ്കനാണ് മരിച്ചതെന്നും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ഹൈക്കോടതിയുടെ സമീപമാണെങ്കിലും മംഗളവനത്തിന്റെ വിജനമായ സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത്.